Welcome to Thasni's kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമൃതം പൊടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള ആ ഒരു ന്യൂട്ടലയുടെ ടൈപ്പിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ ഒരുപാട് അമൃതം പൊടി റെസിപ്പീസ് ഇതിന് മുന്നേ തസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നല്ല റെസിപ്പീസാണ്. തസ്നീസ് കിച്ചൺ അമൃതം പൊടി റെസിപ്പീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്പീസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇവിടെ ഒരു 1/4 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രിമിക്സ് പൗഡർ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ മുന്നുള്ള അമൃതം പൊടി റെസിപ്പീസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ അത് കുട്ടികൾക്ക് മാക്സിമം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടുന്ന പരുവത്തിൽ നമ്മൾ അവലോസ് പൊടിക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ റെഡിയാക്കി എടുക്കുക. ഏകദേശം ചൂടാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അമൃതം പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 1/4 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് ഷുഗർ കൂടെ നമുക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യട്ടത്. കറക്റ്റ് അളവാണത്, നല്ലതായിട്ട് തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. ആദ്യം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല കളറുള്ള നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡറാണ്. അതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ 100 ഗ്രാം ബട്ടറാണ് നമ്മളിതിലേക്ക് മുഴുവനായിട്ടും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ബട്ടർ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ കിട്ടും. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോന്നും ചേർത്ത് 1 ബൈ 1 ആയിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ അത് നമുക്ക് എല്ലാം കൂടെ കറക്റ്റായിട്ട് ഈവനായിട്ട് എല്ലായിടത്തൊന്നും എത്തില്ല. അപ്പോൾ ഓരോന്നും 1 ബൈ 1 ആയിട്ട് ചേർക്കുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അമൂലിൻ്റെ 100 ഗ്രാം ബട്ടറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് ചേർത്തിട്ട് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തും ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇത് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ മനസ്സിലാവില്ല അത് അമൃതം പൊടിയാണെന്നുള്ളത്. നല്ല ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ ഫ്ലേവറാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. ഇനിയിപ്പോൾ ബട്ടർ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഇത് മുഴുവനായിട്ടും യൂസ് ചെയ്യാം. ഒരു 1/4 കപ്പോളൊക്കെ സൺഫ്ലവർ ഓയിൽ വേണ്ടി വരും. അപ്പോൾ 1/4 കപ്പ് മുഴുവനായിട്ട് എടുത്ത് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാതെ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ബട്ടറാണ് ഒന്നും കൂടി നല്ലത്. ഫ്ലേവറും അതുതന്നെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. നല്ലതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. ഇതിപ്പോൾ ന്യൂട്ടെല്ലയുടെ ബോട്ടിൽ തന്നെയാണ്. അതിൽ 1/4 ഭാഗത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. Thank you.